ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ വെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ചിക്കൻ കറി റെഡിയാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4-5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിലേക്ക് ഒരു 3-4 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ പച്ച ഇത് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 4-5 പച്ചമുളക് ആവശ്യത്തിന്, നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വേണ്ട മസാല പൗഡറുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കണം കേട്ടോ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ടിട്ടുള്ള ചിക്കൻ കറിയായത് കേട്ടോ. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഗ്രേവിയിലേക്ക്. എന്നിട്ട് ഞാനൊരു 2 വലിയ പൊട്ടറ്റോ കട്ട് ചെയ്ത് ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളിതുവരെ പൊട്ടറ്റോ ചേർത്ത് ചിക്കൻ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളത് തയ്യാറാക്കി കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ഇട്ടിട്ടാണ്. പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. താഴെയുള്ള ആ ഗ്രേവി ഒന്നും ഈ പാത്രത്തിൽ പറ്റിപ്പിടിക്കാത്ത വിധത്തിൽ നന്നായിട്ട് ഇളക്കി ഇതുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ അത് വറ്റി കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു മുറി തേങ്ങ ചുരണ്ടി അരച്ചത്, വറക്കുകയൊന്നും വേണ്ട, അങ്ങനെ അരച്ചത് ചേർത്ത് കൊടുക്കണുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തേങ്ങ അരച്ച് അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പാത്രം നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ പാത്രം മാറ്റണില്ല, ഇതിൽ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം.